സ്കിന്നിൽ വരുന്ന ചർമ്മരോഗങ്ങളെ വളരെ നിസ്സാരമായി കണക്കാക്കരുത്. 90% ഭാഗം സ്കിന്നിലെ മോർ ദാൻ 90% തൊലി ചുമന്ന് പൊരിഞ്ഞിളകി വരുന്ന ഒരു കണ്ടീഷനാണ് എക്സ്ഫോളിയേറ്റഡ് ഡെർമറ്റൈറ്റിസ്. ഡയബറ്റീസ് ഉള്ളവർക്കും അതുപോലെ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണോ സപ്രസൻ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്കൊക്കെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. വർഷാവർഷം ഈ പാടുകൾ റെക്കർ ചെയ്യുക അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ മിസ്കൺസെപ്റ്റ് ആണത്. നമസ്കാരം, നിംസ് ഹെൽത്ത് പ്ലസിലേക്ക് സ്വാഗതം. സ്കിൻ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മളോടൊപ്പം നിംസ് ഹോസ്പിറ്റലിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിദ്യ എന്നോടൊപ്പം ഉണ്ട്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ സ്കിന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ബാക്കി എല്ലാ അവയവങ്ങളും പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് സ്കിൻ. എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് സ്കിൻ. അത് തന്നെ എല്ലാവർക്കും അറിയുമോയെന്ന് അറിയത്തില്ല. സ്കിൻ ഒരു ഓർഗനാണ്. നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ അകത്തും പെടുന്ന ഒരു ഓർഗനാണ് സ്കിൻ എന്ന് പറയുന്നത്. ഒരു 70 kg വെയിറ്റ് ഉള്ള ഒരാളുടെ ബോഡിയുടെ 5 kg കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സ്കിന്നാണ്. സോ ബോഡിയെ മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഓർഗനാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കവറിങ് എന്നുള്ളത് മാത്രമല്ല, അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്നുള്ള എന്തൊരു ഇഞ്ചുറിയും ആദ്യമായിട്ട് ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യുന്നത് സ്കിന്നാണ്, അല്ലേ? പുറത്തുനിന്നുള്ള എന്തൊരു ഇൻഫെക്ഷൻസ് വന്നാലും സ്കിന്നിൽ തന്നെ, സ്കിന്നിൻ്റെ ലെയേഴ്സിൽ തന്നെ ഒരുപാട് ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സും അതുപോലുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഈ ഇൻഫെക്ഷനെ അകത്തേക്ക് കൊണ്ടുപോകാതെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബാരിയറായിട്ട് സ്കിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ റെഗുലേഷനും അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് റീറ്റെയിൻ ചെയ്യാനും ഒക്കെ സ്കിന്നിൻ്റെ റോള് വളരെ വലുതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്കിന്നിൽ വരുന്ന ചർമ്മരോഗങ്ങളെ വളരെ നിസ്സാരമായി കണക്കാക്കരുത്. ആൾക്കാരുടെ പൊതുവേ ഉള്ള ഒരു രീതി എന്ന് വെച്ചാൽ ചർമ്മരോഗമാകുമ്പം കൂടുതൽ ആൾക്കാരും ആദ്യം തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവസാനം അസുഖം വഷളായി അത് ഒരു കൂടുതൽ കോംപ്ലിക്കേഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ സ്കിൻ ഡോക്ടറുടെ അടുത്ത് സമീപിക്കുന്നത്. സോ ഈ സ്കിന്നിൻ്റെ ഈ ഫങ്ഷൻസ് എല്ലാം വെച്ച് ചില അസുഖങ്ങളുണ്ട്. ഒരു ദേഹം മുഴുവൻ പൊരിഞ്ഞിളകി വരുന്ന എക്സ്ഫോളിയേറ്റഡ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ 90% ഭാഗം സ്കിന്നിലെ മോർ ദാൻ 90% തൊലി ചുമന്ന് പൊരിഞ്ഞിളകി വരുന്ന ഒരു കണ്ടീഷനാണ് എക്സ്ഫോളിയേറ്റഡ് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ളൊരു കണ്ടീഷൻ വരുമ്പം നമ്മുടെ ബോഡിയുടെ ഈ ടെമ്പറേച്ചർ റെഗുലേഷനും വാട്ടർ റെഗുലേറ്ററി മെക്കാനിസവും എല്ലാം ഡാമേജ്ഡ് ആവുകയാണ്. സോ ആ ഒരു സിംഗിളായിട്ടുള്ള ഈ സ്കിൻ പ്രോബ്ലം കൊണ്ട് തന്നെ പേഷ്യൻ്റ് ഒരു ക്രിട്ടിക്കൽ കെയറിൻ്റെ ആവശ്യം വരുന്ന ഒരു ഘട്ടം വരെ എത്തുന്നുണ്ട്. സോ സ്കിൻ ഡിസീസിനെ ആരും സിമ്പിളായിട്ട് കണക്കാക്കരുത്. പ്രോപ്പറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ സ്കിൻ ഡിസീസുമായിട്ടാണ് സാധാരണയായിട്ട് ഡോക്ടറുടെ അടുത്ത് ആളുകൾ വരാറുള്ളത്? ചർമ്മത്തിൽ വരുന്ന അസുഖങ്ങൾ ഒരുപാട് അസുഖങ്ങളുണ്ട്. നമുക്കതിനെ ജസ്റ്റ് ഒന്ന് തരംതിരിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ബാക്കി എല്ലാ അവയവങ്ങളിലെയും പോലെ തന്നെ ഇൻഫെക്ഷൻസ് ആണ് സ്കിന്നിലും ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്. ഇൻഫെക്ഷൻസ്, പിന്നെ അലർജി. സ്കിന്നിൽ വരുന്ന അലർജിയെ പൊതുവെ എക്സീമാസ് എന്ന് പറയും. എക്സീമാസ്, പിന്നെ ചില പ്രായങ്ങളിൽ മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്ന സ്കിൻ ഡിസീസസ്, അതായത് ഈ പിമ്പിൾസ്, ഡാൻഡ്രഫ്. അപ്പം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയാണ് എൻ്റെ അടുത്ത് കോമൺ ആയിട്ട് ഒ പിയിൽ വരുന്നത്. അപ്പം അതിൽ നമുക്ക് ഓരോന്ന് വീതം നോക്കാം. സോ ആദ്യമുള്ളത് സ്കിൻ ഇൻഫെക്ഷൻസ് ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ആവാം. ബാക്ടീരിയൽ ആവാം, വൈറൽ ആവാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ആവാം. ഏത് പ്രായക്കാർക്കും ഇൻഫെക്ഷൻസ് വരാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. അതായത് ഒരു സ്കൂൾ ഗോയിങ് ചിൽഡ്രനിലൊക്കെ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തൊക്കെ വരുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഇംപറ്റൈഗോ എന്നാണ് അതിനെ പറയുന്നത്. സ്കിന്നിലെ ഇൻഫെക്ഷൻസ് പൊതുവേ ഉണ്ടാക്കുന്നത് സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ് എന്നൊക്കെ പറഞ്ഞ ബാക്ടീരിയാസാണ് സ്കിന്നിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികളിൽ ഈ ഇംപറ്റൈഗോ പ്രസൻറ്റ് ചെയ്യുന്നത് ചെറിയ ചെറിയ ചുമന്ന കുരുക്കളായിട്ട് കൂടുതലും മുഖത്താണ് വരുന്നത്. മൂക്കിൻ്റെ സൈഡിലും വായ്ക്ക് ചുറ്റുമൊക്കെ ആയിട്ട് ചെറിയ ചുമന്ന കുരുക്കളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചൊറിച്ചിൽ വന്നത് പൊട്ടുന്നു. പൊട്ടിയിട്ട് ഒരു യെല്ലോ കളറിലുള്ളൊരു ദ്രാവകമായിട്ട് അത് ഉണങ്ങി പൊറ്റ പിടിച്ച പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ. ഫേസിലാണ് കൂടുതൽ വരുന്നത്, കയ്യിലും കാലിലും എല്ലാം വരാം. കുട്ടികളിൽ കോമൺ ആയിട്ട് വരുന്നത് ഈ ഇംപറ്റൈഗോ ആണ്. ബാക്കി കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മുതിർന്നവരിലാണ് വരുന്നത്. മുതിർന്നവരിൽ തന്നെ ഈ പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാർ, ഡയബറ്റീസ് ഉള്ളവർക്കും അതുപോലെ എന്തെങ്കിലും ഒരു ഇമ്മ്യൂണോ സപ്രസൻ മെഡിക്കേഷൻസ് എടുക്കുന്നവർക്കൊക്കെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതൽ. അത് തന്നെ ഈ രോമകൂപങ്ങളിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫോളിക്കുലൈറ്റിസ് എന്ന് പറയും. ഈ ജസ്റ്റ് വേർപ്പ് കുരു പോലെ വന്ന പോലും ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ആയിട്ട് ഫോളിക്കുലൈറ്റിസ് വരാം. ഫോളിക്കുലൈറ്റിസ് അതിൻ്റെ തന്നെ കുറച്ചും കൂടെ സിവിയർ ഫോം ആയിട്ടുള്ള ഫറങ്കിൾ, അതൊക്കെയാണ് ഈ ഹെയർ ഫോളിക്കൽ റിലേറ്റഡ് ആയിട്ട് വലിയ ആൾക്കാരിൽ വരുന്ന ഇൻഫെക്ഷൻസ്.
പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലേയേഴ്സ് മാത്രമല്ല ഡീപ്പർ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് വരുന്ന സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ട്. സെല്ലുലൈറ്റിസ് എന്നൊക്കെ പറയും, കാല് മുഴുവൻ നീര് വെച്ച് വരുന്ന അസുഖമാണ് ഈ സെല്ലുലൈറ്റിസ്. കൂടുതലും പ്രമേഹ രോഗികൾക്കാണ് അത് വരുന്നത്. ഇതെല്ലാമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പൊതുവെ സ്കിന്നിൽ വരുന്നത്. ഇനി വൈറൽ ഇൻഫെക്ഷൻസ് നമുക്ക് എല്ലാം അറിയുന്നത് ചിക്കൻ ബോക്സ് ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. ചിക്കൻ ബോക്സ് വന്നു പോയി ലേറ്റർ ലൈഫിൽ രണ്ടാമത് വരുന്ന ഒരു അസുഖമാണ് ഹെർപ്പിസ് സോസ്റ്റർ. ചിക്കൻ ബോക്സ് ആദ്യം വന്നിട്ടുള്ളവർക്ക് ലേറ്റർ ലൈഫിൽ സ്കിന്നിൻ്റെ ഒരു ഏരിയയിൽ മാത്രം കുമിളകളായിട്ട് വരുന്ന അസുഖമാണ് ഹെർപ്പിസ് സോസ്റ്റർ. അതും ഒരു കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷനാണ്. അതല്ല ഈ ഹോട്ട് ക്ലൈമറ്റിലാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ഈ പാലുണ്ണി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. മൊളസ്കം കണ്ടേജിയോസം എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനാണത്. ആ പേരിലുള്ള വൈറസാണ് ആ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസ്. പിന്നെ ഉള്ളത് ഫംഗൽ ഇൻഫെക്ഷൻ. ഏറ്റവും കൂടുതൽ ഒപ്പിയിൽ വരുന്ന ഇൻഫെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷനാണ്. ഈ വട്ടച്ചൊറി, റിംഗ് വേം എന്നൊക്കെ പറയുന്നത്. പൊതുവേ ആൾക്കാർ ഈ റിംഗ് വേം എന്ന് പറഞ്ഞ് വരുന്നത് പറയും ഡോക്ടർ ഇതൊരു എട്ടുകാലി കടിച്ചതാണെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് ഷേപ്പിൽ എന്ത് ഇൻഫെക്ഷൻ വന്നാലും ജനങ്ങളുടെ ധാരണ ഇതെന്തോ ഒരു എട്ടുകാലി വിഷമാണ്. ആദ്യം തന്നെ പറയട്ടെ, എട്ടുകാലി അങ്ങനെ ഒരു വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമല്ല. സ്പൈഡർ ബൈറ്റ് നമ്മുടെ നാട്ടിൽ പോയിസണസ് അല്ല. അത് വേറെ പുറം രാജ്യങ്ങളിലെ ഏതോ പോയിസണസ് സ്പൈഡേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു സ്പൈഡർ ബൈറ്റ് വന്നാൽ തന്നെ അതൊരു യൂഷ്വൽ ഇൻസെക്ട് ബൈറ്റ് റിയാക്ഷൻ പോലെ മാനേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സ്പൈഡറിന് പ്രത്യേകം ഒരു വിഷമോ, സ്പൈഡർ കടിച്ചാൽ ഇങ്ങനെ റൗണ്ട് ആയിട്ട് പാട് വരുമോ, വർഷാവർഷം ഈ പാടുകൾ റെക്കർ ചെയ്യുമോ, അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല. പക്ഷെ ഒരുപാട് ആൾക്കാരുടെ മിസ്കൺസെപ്റ്റ് ആണത്. റൗണ്ടായിട്ട് വരുന്ന ഇൻഫെക്ഷൻ ഭൂരിഭാഗവും ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. അത് കുറയാത്തതിന്റെ കാരണം അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. സ്വയം ചികിത്സയുണ്ട് ഡോക്ടർ. എന്തെങ്കിലും എട്ടുകാലി ആയിരിക്കും കടിച്ചതെന്ന് വിചാരിച്ച് അവർക്ക് അത് എന്താണ് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചർമ്മരോഗം വന്നാൽ ഓടിപ്പോയി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു. മെഡിക്കൽ സ്റ്റോറിൽ പോയി ദേഹത്ത് ചൊറിച്ചിലാണ് ഒരു മരുന്ന് വേണമെന്ന് പറയുന്നത്. യൂഷ്വലി സ്റ്റിറോയിഡ് കോമ്പിനേഷനുള്ള മരുന്നുകളാണ് ഈ ചൊറിച്ചിലിനെല്ലാം ഇവരെടുത്ത് കൊടുക്കുന്നത്. സ്റ്റിറോയിഡ് ക്രീമുകളുടെ പ്രത്യേകത അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ ആണ്. അതായത് നമ്മുടെ ചർമ്മത്തിൽ എന്ത് രോഗം വന്നാലും സ്റ്റിറോയിഡ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിലീഫ് കിട്ടും. കാരണം ആ ബോഡിയിൽ ഉണ്ടായ റിയാക്ഷനെ ആ സ്റ്റിറോയിഡ് സപ്രസ് ചെയ്യുന്നു. സോ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അലർജി ആയിക്കോട്ടെ, എന്താണെങ്കിലും ക്രീം ഇടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്നത്. പക്ഷേ ഇൻഫെക്ഷൻ ആ ക്രീം ഇട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം അതേപോലെ ഇൻഫെക്ഷൻ തിരിച്ചു വരുന്നു. ഫംഗൽ ഇൻഫെക്ഷൻ്റെ കേസിലൊക്കെ അത് കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പോകുന്നു. ചർമ്മത്തിൽ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് ആ ഫംഗസ് പെനിട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആയി കഴിയുമ്പോൾ ലേറ്റർ നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് എത്തുമ്പോൾ നോർമലി ഉള്ള ഒരു ആൻറ്റിഫംഗൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും റെസ്പോൺസ് വരാൻ കൂടുതൽ സമയമെടുക്കും. അതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കൂടുതൽ പേരും ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പം അതാണ് ഫംഗൽ ഇൻഫെക്ഷൻ. സോ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസിനെല്ലാം ജനറലായിട്ട് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ്, ജനറലായിട്ട് പേഷ്യൻ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ബോഡി ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലേ? കൂടുതൽ ആൾക്കാരും ഈ ചർമ്മരോഗങ്ങൾ വരുമ്പോൾ കുളിക്കാതിരിക്കും. എന്തോ ആ ഭാഗത്ത് വെള്ളം നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം കൂടുക. ഓൾറെഡി ഒന്നെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. ഇൻഫെക്ഷൻ അല്ലാതെയുള്ള അസുഖങ്ങളാണെങ്കിലും സോപ്പ് ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. സോ നമ്മളത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഏത് അസുഖത്തിൻ്റെ മുകളിലും സെക്കൻഡറി ഇൻഫെക്ഷൻ വരും. സോ എന്ത് ചർമ്മരോഗം വന്നാലും അൺലെസ് ഒരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾ കുളിക്കരുത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ എല്ലാ ഡിസീസിലും സോപ്പ് ആൻഡ് വാട്ടർ വാഷ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. പ്ലസ് ഇൻഫെക്ഷനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് എല്ലാ ചർമ്മത്തിൽ വരുന്ന ഇൻഫെക്ഷൻസും നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുഖക്കുരു ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അതെ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മുഖക്കുരു ഉണ്ടാവുന്നത്? അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്? മുഖക്കുരു മെയിൻലി ഈ ഒരു ടീനേജ് സമയത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. മുഖക്കുരുവിന് നമുക്കൊരു അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡിയിലെ ഈ മുഖത്തെയും അതുപോലെ അപ്പർ ചെസ്റ്റ് ഈ ഭാഗത്തെല്ലാം സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലുള്ള ഏരിയ ആണ്. ആ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി കൂടും ഈ ഒരു ടീനേജ് പ്രായം തൊട്ട്. ആ ഹോർമോണൽ വേരിയേഷൻ ബോഡിയിൽ വരുമ്പം ഈ ഗ്ലാൻഡുകളുടെ ഓവർ ആക്ടിവിറ്റി കാരണം വരുന്ന ഒരു കണ്ടീഷനാണ് ഈ പിമ്പിൾസ് അഥവാ ആക്നെ എന്ന് പറയുന്നത്. അത് തന്നെ ചിലർക്ക് തീരെ കുറവായിരിക്കും, ചിലർക്ക് ഒട്ടും തന്നെ പിമ്പിൾസ് കാണില്ല, ചിലർക്ക് വളരെ കൂടുതലായിട്ട് കാണും. അതെല്ലാം നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരത്തെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക അങ്ങനെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് സ്കിൻ ഓയിലി ആവുന്നത് ഈ പറഞ്ഞ സെബേഷ്യസ് ഗ്ലാൻഡ് സെബം എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ അതിൻ്റെ സെക്രീഷൻ കൂടുതലായിരിക്കും ഓയിലി സ്കിൻ ഉള്ളവർക്ക്. അപ്പം ഈ പറഞ്ഞ സെബം സെക്രീഷൻ കൂടുതലായി വരുമ്പം ചില കാലാവസ്ഥകളിലൊക്കെ ഈ സ്കിന്നിൻ്റെ പോർ അടയുന്നു. സെബം വന്ന് ഈ പോറുകൾ അടയുകയും അതിൽ വേറൊരു ബാക്ടീരിയ, പ്രൊപ്പയോണി ബാക്ടീരിയം ആക്നെ എന്നാണ് അതിനെ പറയുന്നത്, അത് വന്ന് കൂടുതലായി പ്രൊലിഫറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് മുഖക്കുരു ഉണ്ടാകുന്നത്. ഈ മുഖക്കുരു കൂടുതലുള്ളവർക്ക് മിക്കവാറും സ്കാൽപ്പും ഓയിലി ആയിരിക്കും. അപ്പം ഡാൻഡ്രഫും
കൂടുതലായിട്ട് വരാം. ഡാൻഡ്രഫും പിമ്പിൾസും എല്ലാം ഏകദേശം ഒരേ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അല്ലാതെ ഈ കോസ്മെറ്റിക്സിന്റെ ഒരുപാടായിട്ടുള്ള ഉപയോഗം കൊണ്ട് ചിലർക്ക് മുഖക്കുരു, ചില പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ അതും ഇപ്പോഴത്തെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് സ്കിൻ വൈറ്റനിങ്. സ്കിൻ എങ്ങനെ എന്തെങ്കിലും ചെയ്ത് നമ്മൾ സ്കിൻ വെളുപ്പിച്ചെടുക്കണം. അതാണ് ഇപ്പോൾ ഉള്ള സ്കിന്നിന് ആകെ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഇതാണ്, വെളുപ്പിക്കുക എന്നുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിന്നിന് വേറെ ഒരുപാട് റോളുകളുണ്ട്. അപ്പൊ നമുക്ക് എന്താണോ നാച്ചുറലി കിട്ടിയ സ്കിൻ കളർ അതിനെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. സ്കിൻ വൈറ്റനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ടേഷൻ എടുത്ത് അത് സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക. അല്ലാതെ പല അഡ്വർടൈസ്മെന്റ്സിലും വെറും ഒരാഴ്ച കൊണ്ട് മുഖം വെളുപ്പിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിറോയിഡ് ക്രീം ഉണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. വേറെ ഒരു ക്രീമിനും ഇതുപോലെ റാപ്പിഡ് ആയിട്ടൊരു എഫക്റ്റ് സ്കിന്നിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം സ്റ്റിറോയിഡ് ക്രീം നിങ്ങളൊരു 1 or 2 weeks ഉപയോഗിച്ചു എന്ന് വെച്ചിട്ട് ഉടനെ സൈഡ് എഫക്റ്റ് വരണമെന്നില്ല. പക്ഷെ ആ ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് വെളുത്തു വരുന്നു, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും സ്കിൻ അതേ കളറിലേക്ക് പഴയ കളറിലേക്കാവും. അപ്പം വീണ്ടും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് തോന്നും. അത് നേരത്തെ നല്ല വൈറ്റനിങ് ആയിരുന്നു, ഈ ക്രീം ഉപയോഗിച്ചപ്പോൾ ആ ഒരു വൈറ്റനിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രീം തന്നെ ആൾക്കാർ കണ്ടിന്യൂ ചെയ്യും. ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സ്കിന്നിന് ലൈറ്റ് സെൻസിറ്റിവിറ്റി, ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടും സ്കിന്നിൻ്റെ. സോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വെയിൽ കൊള്ളുമ്പോഴേക്കും സ്കിൻ കൂടുതൽ ടാൻ ആവാൻ തുടങ്ങും. അതാണ് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ സൈഡ് എഫക്റ്റ്. പിന്നെയും ദീർഘനാൾ യൂസ് ചെയ്ത് കഴിയുമ്പം സ്കിന്നിൽ പതിയെ സ്കിൻ അട്രോഫി ആവും. അതായത് സ്കിന്നിൻ്റെ കട്ടി കുറഞ്ഞു വരും. അതാണ് സ്കിൻ അട്രോഫി എന്ന് പറയുന്നത്. പതിയെ കട്ടി കുറഞ്ഞു വരികയും അതുവഴി ചർമ്മത്തിൻ്റെ തൊട്ട് താഴെയുള്ള രക്തക്കുഴലുകളൊക്കെ ഡയലേറ്റഡ് ആവും. നമുക്ക് പുറമേ നോക്കുമ്പോൾ തന്നെ സ്കിന്നിന് ഒരു ചുമപ്പ് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ അതെല്ലാം വെസൽസ് ഇങ്ങനെ ഡയലേറ്റ് ആയി നിൽക്കുന്നതാണ്. അപ്പോൾ സ്കിൻ അട്രോഫി വരാം, ഈ പറഞ്ഞ വെസൽസ് ഡയലേറ്റഡ് ആവാം, ഭയങ്കരമായിട്ടുള്ള ഫോട്ടോ സെൻസിറ്റിവിറ്റി, അവർക്ക് വെയിലത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാവും. വെയിലത്തിറങ്ങി കഴിഞ്ഞാൽ മുഖം മുഴുവൻ കറക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള സൈഡ് എഫക്ട്സ്. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്കിപ്പം ഒരു സ്കിൻ വൈറ്റനിങ് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ അത് ആണെങ്കിൽ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ചിലരിലെ മാസം കൃത്യമായിട്ട് ഇങ്ങനെ മുഖക്കുരു വരും എന്ന് പറഞ്ഞു, അതെല്ലാം ആ ഹോർമോണൽ വേരിയേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ചെറിയ മുഖക്കുരു എല്ലാം നമുക്കിപ്പം മുഖക്കുരുവിനെ തന്നെ ഗ്രേഡ് 1 to 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രേഡ് 1 ഒക്കെ ഉള്ള, അതായത് വളരെ കുറച്ച് മുഖക്കുരു മാത്രം, കൂടുതലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ചെറിയ ചെറിയ കുരുക്കൾ മാത്രം വരുന്നവർക്ക് പുറമേ ഉള്ള ഓയിൽമെന്റ് ആപ്ലിക്കേഷൻ വഴി തന്നെ മുഖക്കുരു കൺട്രോൾ ചെയ്യാം. പക്ഷെ ഞാനീ പറഞ്ഞുകൊണ്ട് ആ ഒരു ഏജിന്റെ ഒരു കണ്ടീഷനല്ലേ, അപ്പം ഒരു 2 weeks ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖക്കുരു പൂർണ്ണമായിട്ട് മാറും? ഇല്ല, വീണ്ടും ആ സ്കിൻ ടൈപ്പ് ഓയിലി ആയതുകൊണ്ട് വീണ്ടും മുഖക്കുരു വന്നുകൊണ്ടിരിക്കും. സോ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ ഡെർമറ്റോളജിസ്റ്റിനെ റെഗുലർ ആയിട്ട് ഫോളോ അപ്പിൽ കാണിക്കണം. ഡോക്ടർ പറയും ആദ്യമാണെങ്കിൽ ഒരു 2 weeks 3 weeks കൂടുമ്പോൾ വരാൻ പറയും. പിന്നെ അസുഖം കൺട്രോൾ ആയതിനു ശേഷം ഒരു 1 or 2 months കൂടുമ്പോൾ വന്നാൽ മതി. പക്ഷെ അന്നത്തെ ഒരു സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചില ഓയിൽമെന്റുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എല്ലാവരും ഒരു 2 weeks ഉപയോഗിച്ച് പറയും ഡോക്ടർ അന്ന് കുറഞ്ഞു, പക്ഷെ ഇപ്പം വീണ്ടും പഴയ പോലെ ചോദിക്കുമ്പോൾ 2 weeks കഴിഞ്ഞ് എല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഈ ആക്നെ എന്ന് പറയുന്നത് ആ ഒരു ഏജ്, ഒരു 30 years വരെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവർ ആക്റ്റീവ് ആയിരിക്കും. ആ സമയത്തെല്ലാം എന്ത് മെഡിസിനിലാണോ നമ്മുടെ കണ്ടീഷൻ കൺട്രോൾ ആയി കിട്ടുന്നത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ സിവിയർ ആയിട്ടുള്ള പിമ്പിൾസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഓയിൽമെന്റിൽ മാത്രം കൺട്രോൾ കിട്ടില്ല. സോ അതിനുള്ള മെഡിസിൻസ് ഉണ്ട്, കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അതും ഒരു 6 months to 1 year ഒക്കെ എടുക്കുമ്പോൾ നല്ലതായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് വരും. പിന്നെ ഈ ഫേഷ്യൽ ഹെയറിന്റെ കാര്യം, അത് കൂടുതലും സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അത് റിമൂവ് ചെയ്യുന്ന രീതി, അതിനിപ്പം ലേസർ ട്രീറ്റ്മെന്റ് നടത്താറുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഡോക്ടർ? ശരി, അപ്പം ഒരു ഫേഷ്യൽ ഹെയർ ഈ പറഞ്ഞ മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് ആണ്, ഹിർസ്യൂട്ടിസം എന്നാണ് അതിനെ പറയുന്നത്. സ്ത്രീകളിൽ ഈ അപ്പർ ലിപ്പിന്റെ മുകളിലുള്ള ഹെയർ ഗ്രോത്ത്, അതുപോലെ ചിന്നില്, ചീക്കില്, സൈഡ് ലോക്സ് ആയിട്ട് വരുന്നത്, നെക്ക്, ഇത്രയും ഭാഗത്ത് കട്ടിയായിട്ടുള്ള ടെർമിനൽ ഹെയർസ് വരുന്നതിനെയാണ് ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ മെഡിക്കൽ ടേം. സോ അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഒന്നെങ്കിൽ പ്യുവർലി ജനറ്റിക് ആയിരിക്കും, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരിക്കും, വീട്ടിൽ അമ്മയ്ക്കോ അതും മറ്റ് സഹോദരങ്ങൾക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഹെയർ ഗ്രോത്ത് വരാം. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ കണ്ടീഷൻ, മെയിൻലി ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. PCOD ആണ് ഇപ്പം എല്ലാവരിലും കണ്ടുവരുന്ന ഒരു ഹോർമോണൽ ഇഷ്യൂ. അപ്പം ഒരു പേഷ്യൻ്റ് ഇതുപോലെ ഒരു അബ്നോർമൽ ഹെയർ ഗ്രോത്ത് ആണ്, അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുമ്പോൾ നമ്മൾ ആദ്യമേ പിടിച്ച് ലേസർ ചെയ്യുമല്ല, ആദ്യം ഇതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നോക്കണം. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എടുക്കുക. ഇതുപോലെ ഫാമിലിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ മോസ്റ്റ് ലൈക്ലി അതൊരു
ഒരു ജനറ്റിക് പാറ്റേൺ കാരണം വരുന്നതായിരിക്കും. അല്ല, പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ട്, ആളെ കാണുമ്പോൾ കുറച്ചൊരു ഒബീസാണ്, പിമ്പിൾസ് എല്ലാം കൂടുതലായിട്ടുണ്ട്, അങ്ങനെ ഒരു ഹോർമോണൽ അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗൈനക്കോളജി ഒപ്പീനിയനും കൂടെ എടുത്ത് അണ്ടർലൈങ് ഹോർമോണൽ ഡിസോർഡർ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. PCOD ഉണ്ടെങ്കിൽ ആ PCOD കറക്റ്റഡ് ആവാതെ ഹെയർ റിമൂവൽ മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഹെയർ വീണ്ടും വന്നുകൊണ്ടിരിക്കും അല്ലേ. സോ അണ്ടർലൈങ് പ്രോബ്ലംസ് കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാം. അപ്പം ഹെയർ റിമൂവലിന് ഇപ്പം ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലേസർ ഹെയർ റിമൂവൽ. പണ്ട് കാലത്ത് ഇലക്ട്രോളിസിസ് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യുമായിരുന്നു. അത് പക്ഷേ വളരെ കുറച്ച് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻറ്റിനും ഡോക്ടറിനും എല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പ്രൊസീജിയറാണ്. കാരണം നമ്മൾ ഈ കോട്ടറി മെഷീൻ ഉപയോഗിച്ച് തന്നെ ഓരോ ഹെയർ ഫോളിക്കിളിൻ്റെയും അടിയിലേക്ക് ഈ നീഡിൽ കയറ്റി ആ ഫോളിക്കിൾ കരിച്ച് കളയുക ചെയ്യുന്നത്. അപ്പം ഒരു സെഷനിൽ നമുക്കൊരു 50 ഹെയർസിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ഹെയർ ഫോളിക്കിളിൻ്റെ അടിയിൽ നീഡിൽ കയറ്റി കരിച്ച് കളയണം. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. സോ പിന്നെ ഇപ്പം ചെയ്യുന്നതാണ് ഈ ലേസർ ഹെയർ റിമൂവൽ. അതല്ലാതെ ആൾക്കാർ ഹോം റെമഡീസ് ആയിട്ട് ഈ പറഞ്ഞ തൊട്ട് ത്രെഡിങ്ങും വാക്സിങ്ങും എല്ലാം ചെയ്യും. അത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് സ്കിന്നിന് ട്രോമ വരുവാണ് ചെയ്യുന്നത്. ഈ ത്രെഡിങ് എല്ലാം ചെയ്യുമ്പോൾ ഹെയറിനെ ഇങ്ങനെ പുള്ള് ചെയ്യുമല്ലേ, പുള്ള് ചെയ്യുമ്പോൾ സ്കിന്നിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അത് കാരണം സ്കിന്നിലെല്ലാം ഒത്തിരി കറുത്ത പാടുകൾ വരാം. അതാണ് ഈ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു സൈഡ് എഫക്റ്റ്. പ്ലസ് ഹെയർ ഗ്രോത്ത് ഒട്ടും കുറയുന്നില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഏത് ഫ്രീക്വൻസിയിലാണോ ചെയ്യുന്നത് അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ലേസർ ഹെയർ റിമൂവൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ലേസർ ആദ്യം എന്താണെന്ന് പറയാം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നുള്ള ഒരു ടേമിൻ്റെ അബ്രീവിയേഷനാണ് ലേസർ. അതായത് ലൈറ്റ് എനർജിയാണ് ലേസറിൽ യൂസ് ചെയ്യുന്നത്. ഒരു നിശ്ചിത വേവ് ലെങ്തിലുള്ള ഒരു ലൈറ്റ് നമ്മുടെ ടാർഗറ്റ് ടിഷ്യൂവിലേക്ക് എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ ഈ ലൈറ്റ് എനർജി തെർമൽ എനർജി ആയിട്ട്, അതായത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നു. അങ്ങനെ അവിടെയുള്ള ടിഷ്യൂവിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. എന്ത് എഫക്റ്റാണോ വേണ്ടത് ആ ഏരിയയിൽ ഈ ലേസർ ലൈറ്റ് ചെന്ന് ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്ത് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നു. സോ ലേസർ ഹെയർ റിമൂവലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് ഹെയറിൻ്റെ റൂട്ടിൽ കുറേ മെലാനിൻ ഉണ്ട്. മെലാനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കളർ തരുന്ന പിഗ്മെൻ്റ് ആണ് മെലാനിൻ. അത് തന്നെ നമ്മുടെ ഹെയർ ബ്ലാക്ക് അല്ലേ, അപ്പോൾ ഓരോ ഹെയർ റൂട്ടിൻ്റെയും അടിയിലുള്ള സ്റ്റെം സെൽസിൻ്റെ കൂടെ മെലാനിൻ ഉണ്ട്. ഈ മെലാനിനെയാണ് ലേസർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വേവ് ലെങ്തിലുള്ള ലൈറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പലതരം ലേസർ മെഷീൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ലേസർ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് എല്ലാ കണ്ടീഷൻസും ട്രീറ്റ് ചെയ്യാം. അങ്ങനെയല്ല, ഓരോ കണ്ടീഷൻസിനും ഓരോ വേവ് ലെങ്തിലുള്ള ലേസറാണ് യൂസ് ചെയ്യുന്നത്. ലേസർ ഹെയർ റിമൂവലിന് ഉപയോഗിക്കുന്ന ലേസർ അല്ല ഒരു ടാറ്റു റിമൂവലിന് യൂസ് ചെയ്യുന്നത്. ആ മെഷീൻ അല്ല ഒരു സ്കാർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ റിമൂവലിന് യൂസ് ചെയ്യുന്ന ലേസറിൽ നിന്ന് വരുന്ന വേവ് ലെങ്ത് ഈ ഹെയർ റൂട്ടിലെ മെലാനിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ആ മെലാനിനാണ് ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. അതുവഴി ആ ഹെയർ ഫോളിക്കിൾ ഡിസ്ട്രോയ്ഡ് ആവുന്നു. അതാണ് അതിൻ്റെ ബേസിക് മെക്കാനിസം. അതും ഇതുപോലെ ഒരു പ്രാവശ്യം ഇന്ന് ലേസർ ഹെയർ റിമൂവൽ ചെയ്തു, നാളെ തൊട്ട് ഹെയർ ഇല്ല, അങ്ങനെയല്ല. റിപ്പീറ്റഡ് സെഷൻസ് ആവശ്യമാണ്. ഹെയറിന് ബേസിക്കലി 3 ഫേസ് ഉണ്ട്. ഗ്രോയിങ് ഫേസ് ആണ് ആനജൻ എന്ന് പറയുന്നത്. ആനജൻ, കാറ്റജൻ, ടീലജൻ, അങ്ങനെ 3 ഫേസാണ് ഉള്ളത്. അപ്പോൾ ആ ഗ്രോയിങ് ഫേസിലുള്ള ഹെയറിലെ ഈ ഹെയർ റൂട്ടിൽ മെലാനിൻ ഒത്തിരി ഉള്ളൂ. അങ്ങനെയുള്ള ഹെയറിലെ ഈ ലേസർ ടാർഗറ്റഡ് ആവുന്നുള്ളൂ. അപ്പോൾ അറ്റ് എ ടൈം ഇന്ന് ഒരാൾക്ക് ലേസർ ചെയ്യുവാണെങ്കിൽ ഒരു 15 to 20% ഓഫ് ഹെയർ മറ്റേ 2 ഫേസിലായിരിക്കും ഉണ്ടാകുന്നത്. സോ അവിടെ ലേസർ ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള ഹെയറിൽ മാത്രമേ ലേസർ വരുന്നുള്ളൂ. റിപ്പീറ്റഡ് ആയിട്ട് ഒരു 1 ഫേസ് ആണെങ്കിൽ ഒരു 1 മന്ത് കൂടുമ്പോൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം. ഒരു മിനിമം ഒരു 6 to 8 സെഷൻസ് വേണ്ടി വരും ഓൾമോസ്റ്റ് ഹെയറിലെല്ലാം തന്നെ ഈ ലേസർ ആക്ട് ചെയ്യാൻ. ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് ഹെയർ റിമൂവൽ മെത്തേഡ് അല്ല. എല്ലാവരുടെയും വിചാരം ഇന്ന് ഇപ്പോൾ ഒരു 8 സെഷൻസ് എടുത്തു, ഇനി ലൈഫ് ലോങ് എനിക്ക് ഹെയർ വരത്തില്ല, അങ്ങനെയല്ല. ലോങ് ടേം ഹെയർ റിഡക്ഷനേ ഉള്ളൂ. ഈ ഇത്രയും സെഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 to 5 years നല്ല ചേഞ്ച് കാണും. പക്ഷെ അതിന് ശേഷം വല്ലപ്പോഴും ഒരു മെയിൻ്റനൻസ് ആയിട്ട് ഇടയ്ക്ക് ലേസർ ചെയ്യണം. അതുപോലെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഈ ലേസർ സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ത്രെഡിങ്ങോ വാക്സിങ്, ബ്ലീച്ചിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് ഈ പറഞ്ഞുകൊണ്ട് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. സ്കിന്നിൽ ബ്ലാക്ക് സ്പോട്ട്സ് വരുവാണെങ്കിൽ ലേസർ ബേൺസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ അടിക്കുന്ന ലൈറ്റ് ഇവിടെ ഒരു മെലാനിൻ ഫോം ചെയ്തല്ലോ, ബ്ലാക്ക് കളർ വരുമ്പോൾ ആ മെലാനിൻ ഈ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പം സംഭവം അകത്തേക്ക് പോവാതെ സ്കിന്നിൽ തന്നെ ആ ലൈറ്റ് നിന്ന് അവിടെ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഓൾറെഡി ബ്ലീച്ച്ഡ് ആയിട്ടുള്ള ഹെയർസ്, ബ്ലീച്ച്ഡ് ഹെയർ എന്ത് പറ്റും, വൈറ്റ് ആയില്ലേ, വൈറ്റ് ആയി തിന്നായി, അങ്ങനെയുള്ളതിൽ മെലാനിൻ ഇല്ല. സോ ലൈറ്റ് അബ്സോർബ് ആവത്തില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെയർ റിമൂവലിന് വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം.
ഓക്കെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സൺസ്ക്രീനിനെ കുറിച്ചാണ് ഡോക്ടർ. നമ്മൾ പലതും പുറത്തെ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്, ബ്യൂട്ടി പ്രോഡക്ട്സ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളവർ ഉപയോഗിക്കുന്നത്, മലയാളികളാണെങ്കിൽ പോലും. അപ്പോൾ SPF എത്രയാണ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിന് ഒരു കണക്ക് എത്രയാണ്? നമ്മുടെ ഭയങ്കര ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ഇന്ത്യൻ സ്കിൻ ഓൾറെഡി ഈ പറഞ്ഞോട്ട് യൂറോപ്യൻസിന്റെ സ്കിൻ പോലെയല്ല, ഓൾറെഡി കുറച്ച് ടാൻ ആയിട്ടുള്ള സ്കിൻ ടൈപ്പാണ്. ബേസിക്കലി ഒരു SPF 30 മിനിമം ഒരു SPF 30 ഉള്ള സൺസ്ക്രീനിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് SPF 50, 80+ വരെയുള്ള സൺസ്ക്രീൻ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഇന്ത്യൻ സ്കിൻ ടൈപ്പിന് SPF 30 ആണ് മിനിമം വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞോട്ട് ലൈറ്റ് സെൻസിറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് വെയിൽ കൊള്ളുമ്പം കൂടുന്ന അസുഖങ്ങളുണ്ട്, SLE അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ അസുഖങ്ങളുണ്ട്. ലൈറ്റ് അടിക്കുമ്പോൾ അവർക്ക് ആ സ്കിൻ കണ്ടീഷൻ കൂടും. അപ്പം അങ്ങനെ അണ്ടർലൈൻ പ്രോബ്ലം ഉള്ളവർ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് SPF 50+ ആയിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എനിവേസ് ഏത് സൺസ്ക്രീൻ ആണെങ്കിലും അതിൻ്റെ പ്രോപ്പർ ആൻഡ് കൺസിസ്റ്റൻറ്റ് യൂസ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വാങ്ങിച്ചു വെക്കും, ഒരാഴ്ച യൂസ് ചെയ്യും, പിന്നെ യൂസ് ചെയ്തില്ല. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമായിട്ടുള്ളൊരു സൺസ്ക്രീൻ വാങ്ങിച്ച് അതിൻ്റെ സ്ഥിരമായിട്ടുള്ള യൂസാണ് സൺസ്ക്രീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്നതിന് അരമണിക്കൂർ മുമ്പേ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം ഇട്ട സൺസ്ക്രീൻ്റെ എഫക്റ്റ് ഒരു 2 hours പോവും. സോ ഉച്ചയ്ക്ക് വീണ്ടും ജോലി കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം രാവിലെ ഇട്ട സൺസ്ക്രീൻ്റെ എഫക്റ്റ് അവിടെ വരുന്നില്ല, വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഓരോ ഫിനിഷിലുള്ള സൺസ്ക്രീൻ ഉണ്ട്. ജെൽ ഫോം ആയിട്ടുള്ളതുണ്ട്, ക്രീം ഫോം ആയിട്ടുള്ളതുണ്ട്, മാറ്റ് ഫിനിഷ് ഉള്ളതുണ്ട്. അതൊക്കെ നമുക്ക് ഡോക്ടറെ കാണിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പിന് യോജ്യമായിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഏജ്ഡ് ആവാൻ താല്പര്യമില്ല അല്ലേ? പക്ഷേ ഏജിങ് സംഭവിക്കുന്ന ഒരു ഇതാണ്, നമുക്ക് പ്രിവെൻറ്റബിൾ അല്ല. ഒരു 30 വയസ്സിന് ശേഷം തൊട്ട് ബോഡിയിൽ മുഴുവൻ ഏജിങ് പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് സ്കിന്നിലും ഉണ്ടാവും. അപ്പം ഏജിങ്ങിൽ എന്തൊക്കെയാണ് മെയിൻലി ഏജിങ്ങിൽ ഉണ്ടാകുന്ന സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് എന്ന് ചോദിച്ചാൽ, ചെറുതായിട്ട് സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങും, ഡ്രൈനെസ് വരാം, ഫൈൻ ലൈൻസും റിങ്കിൾസും വരാം, അവിടെ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ട്സും അങ്ങനെയുള്ള പിഗ്മെൻ്ററി ചേഞ്ചസ് വരാം. അതെല്ലാമാണ് ആദ്യമായിട്ട് വരുന്ന ഏജിങ് ചേഞ്ചസ്. അപ്പം ഈ ഇൻട്രൻസിക് ആയിട്ടുള്ള ഏജിങ്ങിനെ നമുക്ക് പൂർണ്ണമായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഏജിങ് എന്ത് എക്സ്പോഷർ വരുമ്പോൾ കൂടും? സൺ എക്സ്പോഷർ വരുന്നു. UV ലൈറ്റ് എപ്പോഴും ഈ ഏജിങ്ങിനെ ആക്സിലറേറ്റ് ചെയ്യും. സോ ഒരു 5 വർഷം കൊണ്ട് വരേണ്ട സ്കിൻ ചേഞ്ച് ഒരുപാട് വെയിൽ കൊള്ളുന്ന ഒരാൾക്ക് ഒരു 2 ഇയേഴ്സിനുള്ളിൽ തന്നെ അത്രയും ഒരു ചേഞ്ചസ് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാം. സോ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഏജിങ് ഈ പറഞ്ഞോട്ട് ആക്സിലറേറ്റഡ് ആവുന്ന ഈ UV എക്സ്പോഷർ കാരണം കൂടുന്ന ഏജിങ്ങിനെ ഒരു പരിധി വരെ റെഗുലർ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു എബോവ് 30 ഇയേഴ്സ് ആയിട്ടുള്ളവർ റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് 30 വയസ്സിന് താഴെയുള്ളവർക്കും ഈ സൺ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള അലർജീസ് ഉണ്ട്, ലൈറ്റ് ഇറപ്ഷൻസ് ഉണ്ട്. പുറത്ത് നല്ലൊരു ചൂടത്ത് ഇറങ്ങുമ്പോൾ സൺബേൺ വരാം, അല്ലെങ്കിൽ കുറേ ചൊറിഞ്ഞ് തടിക്കുന്ന അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പോളിമോർഫിക് ലൈറ്റ് ഇറപ്ഷൻ എന്ന് പറയും. അങ്ങനെയുള്ള പാടുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മറ്റേത് റെഗുലറായിട്ട് ഈ പറഞ്ഞ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഫോട്ടോ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് പക്ഷേ നമ്മൾ പൊതുവേ സൺസ്ക്രീൻ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറയാറില്ല. ഇതുപോലെ ലൈറ്റ് സെൻസിറ്റീവ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. അതിന് കിഡ്സിന് സ്പെസിഫിക് ആയിട്ട് കിഡ്സിന് സേഫ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്, അതേ യൂസ് ചെയ്യാവുള്ളൂ. ഓക്കെ. ഈ ഡയറക്റ്റ് സൺ എക്സ്പോഷർ മാത്രമാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? അല്ല ഇപ്പം നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ പറഞ്ഞ ഫോട്ടോ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് പോകുമ്പോൾ മാത്രം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പോരാ. നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പം ആ ഗ്ലാസ്സിലൂടെ വരുന്ന സൺലൈറ്റ് ആണെങ്കിലും വീട്ടിലിരിക്കുമ്പോഴും ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള ചൂട് തന്നെ നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാം. പ്ലസ് ഈ ലാപ്ടോപ്പും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആ ബ്ലൂ ലൈറ്റിൻ്റെ എഫക്റ്റ് ഇതെല്ലാം സ്കിന്നിൽ ഫോട്ടോ ഏജിങ് ചേഞ്ചസ് ഉണ്ടാക്കും. സോ ബ്രോഡ് സ്പെക്ട്രം ഈ പറഞ്ഞ എല്ലാ റേസിനും പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ അവൈലബിൾ ആണ്. അത് ഡെയിലി മോർണിംഗ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഡോക്ടർ നമ്മൾ ലേസർ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ വേറെ എന്തൊക്കെ സ്കിൻ പ്രൊസീജിയേഴ്സ് ആണോ ഉള്ളത്? സ്കിന്നിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെ മെയിൻലി രണ്ടായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് പറയാം. തെറപ്യൂട്ടിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഉണ്ട്, കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും ഉണ്ട്. പേര് കേൾക്കുമ്പോഴേ അറിയാം. തെറപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ചില സ്കിൻ കണ്ടീഷൻസിൽ മരുന്നിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളതായിരിക്കും. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം, അരിമ്പാറ എന്ന് പറഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻ ആണ്. അത് ബോഡിയിൽ ഇരിക്കും തോറും പുതിയ സ്ഥലങ്ങളിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. വൈറസ് ആണ്. നമ്മൾ ആ അരിമ്പാറയിൽ തൊട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് കൈ തൊടുമ്പം ആ ഏരിയാസിലെല്ലാം അരിമ്പാറ വരാം, മറ്റുള്ളവരിലേക്ക് അരിമ്പാറ പകരാം.
അപ്പം അരിമ്പാറയ്ക്ക് ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റ് അത്ര എഫക്റ്റീവ് അല്ല. ചില മെഡിസിൻസ് ഉണ്ട്, അത് കുറച്ച് നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലർക്ക് പൂർണ്ണമായിട്ട് മാറാം. പക്ഷേ കൂടുതൽ ആൾക്കാർക്ക് നമ്മൾ അത്ര ഒരു എഫക്റ്റീവ്നെസ് ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കാണുന്നില്ല. അപ്പം അവിടെ കരിച്ച് കളയാന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രൊസീജിയറായിട്ട് ഒരു OP ബേസിസ് ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. അതുവഴി അരിമ്പാറ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്കൊരു തെറപ്യൂട്ടിക് പ്രൊസീജിയർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരുപാട് തെറപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കൂടുതലും ചെയ്യുന്നത് ഇലക്ട്രോ കോട്ടറി മെഷീൻ ഉപയോഗിച്ചാണ്, കരിച്ച് കളയുക എന്നുള്ളതാണ്. അത് ഈ അരിമ്പാറ അല്ലാതെ ദേഹത്തുണ്ടാവുന്ന ചെറിയ ചെറിയ സ്കിൻ ടാഗുകൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് മുഖത്തും കഴുത്തിലും കൈയുടെ മടക്കിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കറുത്ത പാടുകളായിട്ട് വരും. അതിനാണ് സ്കിൻ ടാഗ് എന്ന് പറയുന്നത്. അത് തന്നെ തീരെ ചെറിയ പാടുകൾ നമുക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇഷ്യൂ ആയിട്ട് തോന്നുവാണെങ്കിൽ അത് ഇൻഫെക്ഷൻ അല്ല. ഞാൻ ഈ പറഞ്ഞോട്ട് അരിമ്പാറ എന്ന ആൾക്കാർ പറയുന്നത് ആക്ച്വലി വാർട്ടിനെയാണ്. അത് വൈറൽ ഇൻഫെക്ഷൻ ആണ്. അല്ലാതെ ഉള്ളതിന്റെ പേര് വാർട്ടല്ല, സ്കിൻ ടാഗ് അല്ലെങ്കിൽ ആക്രോകോഡോൺ എന്നൊക്കെ പറയും. അതൊരു ഇൻഫെക്ഷൻ അല്ല, ഒരു ഏജിന് ശേഷം വരുന്നതാണ്. കുറച്ചൊരു ജനറ്റിക് ബേസിസ് ഉണ്ട് അതിന്. വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ ഷുഗറും കൊളസ്ട്രോൾ, ഒബീസിറ്റി ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇതിൻ്റെ നമ്പർ കൂടി വരാം. അത് തന്നെ ഈ മടക്ക് ഭാഗങ്ങളിലൊക്കെ വലിയ സ്കിൻ ടാഗ് ആയിട്ട് വരുമ്പോൾ നമുക്കത് അവിടെ ഇരുന്നൊരു ചെറിയ ചൊറിച്ചിലും അത് പൊട്ടിപ്പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് റിമൂവ് ചെയ്യണം. അതൊന്നും ഒരിക്കലും ഓയിൽമെൻറ്റിൽ ഈ സ്കിൻ ടാഗ് മാറില്ല കേട്ടോ. ഇപ്പം അരിമ്പാറ ആണെങ്കിൽ ചെറിയ ഓയിൽമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ സ്കിൻ ടാഗിന് ഓയിൽമെൻറ്റ് ഇല്ല. അത് കരിച്ച് കളയാന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അതും നമ്മുടെ ആൾക്കാർ കുറെ ഹോം റെമഡീസ് ചെയ്തിട്ട് വന്ന് അതിന്റെ റിയാക്ഷൻ ആയിട്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. യൂഷ്വലി ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ, ഇഞ്ചി വെളുത്തുള്ളി അരച്ച് അപ്ലൈ ചെയ്യും. അതൊക്കെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് അപ്ലൈ ഫേസിൽ ചെയ്യും. എന്നിട്ട് അവിടെ മുഴുവൻ പൊള്ളി വരും. അതുപോലെ ഹെയർ എടുത്ത് ഇതിന്റെ അടിയിൽ കെട്ടി വെച്ച് വലിക്കും. അതവിടെ ഇരുന്ന് ബൾജായി സെക്കൻഡറി ഇൻഫെക്ഷൻ ആവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് പറഞ്ഞോട്ട് ഒരു ദിവസം OP വന്ന് ഇത് റിമൂവ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന മൊളസ്കം കണ്ടേജോസം, പാലുണ്ണി, ആ പറഞ്ഞ ഇൻഫെക്ഷൻ യൂസ് ചെയ്യാം. പിന്നെ ഏജ്ഡ് ആകുമ്പോൾ വരുന്ന ചെറിയ ചെറിയ സിസ്റ്റുകളുണ്ട്, മിലിയ എന്ന് പറഞ്ഞ വെള്ള കുരുക്കൾ പോലെ, അത് മുതിർന്നവരിലാണ് കാണുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഇലക്ട്രോ കോട്ടറി പ്രൊസീജിയർ യൂസ് ചെയ്യാം. മറുകുകൾ, ജന്മന ഉള്ള മറുകുകളും ഇച്ചിരി കൂടുതൽ പൊങ്ങി നിൽക്കുന്ന മറുകളൊക്കെ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നുവാണെങ്കിൽ അതെല്ലാം നമുക്ക് ഇലക്ട്രോ കോട്ടറി, റേഡിയോ ഫ്രീക്വൻസി, 2 മെത്തേഡുണ്ട് കരിച്ച് കളയുന്നതിന്. ഇലക്ട്രോ കോട്ടറി മെഷീനുണ്ട്, റേഡിയോ ഫ്രീക്വൻസി മെഷീനുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള തെറപ്യൂട്ടിക് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിൽ വരുമ്പോൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ അസുഖമല്ല, നമ്മുടെ ഒരു അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്നത് തന്നെയാണ് ബേസിക്കലി കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ ഒന്ന് പറഞ്ഞു ലേസർ ട്രീറ്റ്മെൻറ്റ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ലേസർ ഹെയർ റിമൂവലാണ്. പിന്നെ ഉള്ളതാണ് കെമിക്കൽ പീലിംഗ്. കെമിക്കൽ പീലിംഗ് കേട്ട് കാണുമല്ലോ. അപ്പോൾ കെമിക്കൽ പീലിംഗ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. ലേസർ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. കമ്പയർഡ് ടു ലേസർ, കെമിക്കൽ പീൽ കുറച്ചും കൂടെ കോസ്റ്റ് കുറവാണ്. എന്നാൽ ലേസറിൻ്റെ അത്രയും തന്നെ എഫക്റ്റീവ്നെസ് തരുന്ന ഒരു പ്രൊസീജിയറാണ്. പ്രശ്നം എന്ന് വെച്ചാൽ പേര് കേൾക്കുമ്പോൾ ആൾക്കാർ പിന്നെ വരത്തില്ല. കെമിക്കൽ പീൽ, എന്തോ ഒരു കെമിക്കൽ എടുത്ത് നമ്മുടെ ഫേസിലോട്ട് ഒഴിക്കുവാണ് എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അതൊരു ആ പേരിട്ടതൊരു മിസ്നോമറായി എന്നുള്ളതേ ഉള്ളൂ. എല്ലാ മെഡിസിൻസും ഒരു കെമിക്കലാണല്ലോ, അതുപോലെ ഉള്ളൂ കെമിക്കൽ പീലും. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് സേഫ് ആയിട്ടുള്ള കുറേ ഏജൻസ് അത് അതിൻ്റെ ഒരു കൺട്രോൾഡ് ഡോസിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം വാഷ് ഓഫ് ചെയ്യുന്നു. അതാണ് ഈ കെമിക്കൽ പീലിൽ ചെയ്യുന്നത്. കുറേ ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ആസിഡ്സ് ഒക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, കോജിക് ആസിഡ്, അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഒരു സ്പെസിഫിക് കോൺസെൻട്രേഷൻ ആണ്. അത് ഓരോ പേഷ്യൻറ്റിനും അത് അപ്ലൈ ചെയ്യുന്ന രീതിയും ഡ്യൂറേഷനും എല്ലാം ചേഞ്ച് വരും. അപ്പോൾ അത് എന്തിനൊക്കെ ബേസിക്കലി യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ കെമിക്കൽ പീലിംഗ് മെയിൻലി പിഗ്മെൻ്ററി ഡിസോർഡേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു വെയിൽ കൊണ്ടൊരു ടാനിങ് വന്നു, ടാനിങ് മാറണമെങ്കിൽ എഫക്റ്റീവായിട്ടൊരു പീൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന പലതരം കറുത്ത പാടുകൾ, ഈ മുഖക്കുരു വന്നു പോയിട്ടുള്ള കറുത്ത, ഈ മുഖക്കുരുവിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ഞാൻ പറഞ്ഞു, പക്ഷെ അത് വന്നു പോകുന്ന പാടുകൾ, സ്കാറുകളുമാണ് ദീർഘനാൾ നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്, ഈ കെമിക്കൽ പീലിംഗ് വളരെ എഫക്റ്റീവാണ് മുഖക്കുരു വന്നു പോയ കറുത്ത പാടുകൾക്ക്. അതുപോലെ സ്കിന്നിൽ വരുന്ന മെലാസ്മ, ഈ കരിമംഗല്യം എന്നൊക്കെ പറയത്തില്ല, ഒരു ഏജ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് വരുന്ന കറുത്ത പാടുകൾ, അതിനെല്ലാം കെമിക്കൽ പീലിംഗ് എഫക്റ്റീവാണ്. പിന്നെ ഒരു ജസ്റ്റ് ഒരു സ്കിൻ റിജുവനേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ഇങ്ങനെ വെയിലത്തൊക്കെ പോയി ഡള്ളായി കുറച്ചൊരു റിംഗ്ലിങ്ങും ഒക്കെ വന്നാൽ അതിനെല്ലാം കെമിക്കൽ പീലിംഗ് നല്ലതാണ്. ചെറിയ ചെറിയ സ്കാറുകളുടെ ട്രീറ്റ്മെന്റിന് കെമിക്കൽ പീലിംഗ് നല്ലതാണ്. സോ എത്ര നാൾ വരെ ഇതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും? കെമിക്കൽ പീലിംഗ് ഇതെല്ലാം എല്ലാ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സും നമ്മൾ
പ്രോപ്പറായിട്ട് പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യും. ഇതൊന്നും നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇന്ന ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. പ്ലസ് അതിന് വരാവുന്ന എല്ലാ പേഷ്യൻസിലും ഒരേ എഫക്റ്റ് ആയിരിക്കില്ല. ഒരാൾക്ക് ഒരു കെമിക്കൽ പീൽ ചെയ്യുമ്പോൾ വരുന്ന എഫക്റ്റ് മറ്റേ ആൾക്ക് അതേപോലെ വരണം എന്നില്ല, ഡിഫർ ചെയ്യും പേഷ്യൻറ്റിന്. അതുപോലെ വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്ട്സും എല്ലാം പേഷ്യൻറ്റിനോട് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അത് തന്നെ കെമിക്കൽ പീലിംഗ് ഒന്നും ഒരു സിംഗിൾ സെഷനിൽ എഫക്റ്റ് കിട്ടില്ല. റിപ്പീറ്റ് ചെയ്യണം. എല്ലാ പ്രൊസീജിയേഴ്സും ഒരു 3 to 4 വീക്സ് കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനൊന്ന് ഹീൽ ചെയ്ത് പുതിയ സ്കിൻ റീജനറേറ്റ് ചെയ്യാൻ ഒരു ടൈമുണ്ട്. അപ്പോൾ അതൊരു മിനിമം 4 to 5 വീക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലേസർ ആണെങ്കിലും പീലാണെങ്കിലും PRP ആണെങ്കിലും എല്ലാ പ്രൊസീജിയേഴ്സും ഒരു 4 to 5 വീക്സ് ഗ്യാപ്പ് ഇട്ടാണ് അടുത്ത സെഷൻ ചെയ്യുന്നത്. ഡിപ്പെൻസ്, ചിലർക്ക് ഒരു 2-3 സെഷൻസിലൊക്കെ ചെറിയ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നല്ല മാറ്റം വരും, ചിലർക്ക് കൂടുതൽ സിറ്റിങ്സിൻ്റെ ആവശ്യം വരാം. അതാണ് ഒന്ന് കെമിക്കൽ പീലിംഗ്. പിന്നെ ഉള്ള വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ ഹൈപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയും. അത് ബേസിക്കലി ഹെയർ ഫോളിന് യൂസ് ചെയ്യാം, സ്കാർ മാനേജ്മെൻറ്റിനും PRP യൂസ് ചെയ്യാം. ബേസിക്കലി അത് എന്താണെന്ന് പറയാം. പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലെ ഒരു സെല്ലാണ്. അതിൻ്റെ നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്കിന്നിലൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു, ആ ഇഞ്ചുറിയിൽ ഉണ്ടാകുന്ന ആ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാനും അതുവഴി പുതിയ ഹീലിംഗ് മെക്കാനിസം ആക്സിലറേറ്റ് ചെയ്യാനും പ്ലേറ്റ്ലെറ്റ് സഹായിക്കുന്നു. അവിടെ പുതിയൊരു ടിഷ്യൂ റീജനറേറ്റ് ചെയ്യാൻ പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതിന് പ്ലേറ്റ്ലെറ്റിൻ്റെ അകത്ത് ഒരുപാട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, അതാണ് ഈ മുറിവിനെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് സ്കിന്നിലെ ഈ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സിന് PRP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെയർ ഫോൾ, ഈ പറഞ്ഞ കഷണ്ടിക്കാണെങ്കിലും ദീർഘനാളായിട്ടുള്ള മുടി ഒഴിച്ചിലിനൊക്കെ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ അത്രയും എഫക്റ്റീവ് ആവാതെ വരുമ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് PRP. പേഷ്യൻറ്റിൻ്റെ തന്നെ ബ്ലഡ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഒരു 8 to 16 ml ബ്ലഡ് എടുക്കുന്നു. PRP എടുക്കാൻ ഒരു സെൻട്രിഫ്യൂജ് ഉണ്ട് പ്രത്യേകം. അപ്പോൾ ബ്ലഡ് അതിനകത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് കൂടുതലുള്ള പ്ലാസ്മ മാത്രം നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അത് ഈ ഹെയർ ഫോളിക്കളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അവിടെയുള്ള ഹെയർ ഫോളിക്കളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ പ്ലേറ്റ്ലെറ്റ് ഞാൻ ഈ പറഞ്ഞിട്ട് ഒത്തിരി ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതും ഒരു സെഷൻ പോരാ, റിപ്പീറ്റഡ് ആയിട്ട് സെഷൻ വേണം. ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഈ സ്കാർ മാനേജ്മെൻറ്റിനും ഈ PRP ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ആ സ്കാർ ടിഷ്യൂ ആണ്, മുഖക്കുരു വന്നു പോയ സ്ഥലങ്ങളിൽ വലിയ വലിയ കുഴികൾ പോലെ വരാം. അപ്പോൾ അവിടെയും ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ നല്ല കൊളാജനും ഇലാസ്റ്റിൻ ഫോർമേഷനും ഒക്കെ ഈ PRP ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്കിൻ ഡിസീസസ് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. വളരെ നന്ദി, വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഡോക്ടർ. നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.